പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറമ്പിടി ഇല്ലത്ത് വൃദ്ധരായ ദമ്പതികൾ മാത്രമായിരുന്നു താമസം. പയമ്പുറക്കാവിലെ ക്ഷേത്രപൂജകൾക്കായി ജന്മി മൂസദ് പുത്തൂർ ദേശത്തു നിന്ന് പുതുശ്ശേരി ഇല്ലക്കാരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. അവർക്കായി പറമ്പിടിക്ക് തൊട്ടടുത്തുള്ള ഭൂമി വിട്ടു നൽകി. കാലക്രമേണ ആ രണ്ട് ഇല്ലങ്ങളും ഒന്നായി ലയിക്കുകയും അന്നു മുതൽ ആ തറവാട് പറമ്പിടി പുതുശ്ശേരി ഇല്ലം എന്നറിയപ്പെടുകയും ചെയ്തു. ഇല്ലത്ത് അനവധി നമ്പൂരിമാരുള്ളൊരു സമയത്ത് തെറ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കിടക്കാറില്ല ആരും ഉമ്മർത്ത്. അപ്പോൾ ഒരു വർഷം ഇങ്ങനെ 4-5 പേരോട് വന്ന ആൾക്കാരും എല്ലാവരും കൂടി ഇവിടെ ഉമ്മർത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങി. തെറ കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ്. അന്ന് രാത്രി ഇതുപോലെ ചാത്തന്മാർ വരെ ഇവിടെ കിടന്ന ആൾക്കാരൊക്കെ പിടിച്ച് വലിച്ച് ഒരാളെ കുളത്തിൽ അവിടെ കൊണ്ടുപോയിട്ടു, ഒരാളവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, ആ കുഴി കൊണ്ടുപോയിട്ടു. ഇങ്ങനെ നമ്മളെ അനുഭവത്തിൽ ചാത്തൻ ഇറങ്ങി വന്ന് ഇത് ഇങ്ങനെ ഒരു വികൃതി ചെയ്ത ഒരു സംഭവം നമുക്ക് നല്ല ഇവിടെ നിന്നുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ട്. ചാത്തനവരെയൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി ചെയ്തത്. അപ്പോൾ ഈ ചാത്തൻ തൊടുന്നതോടുകൂടി ഈ കിടക്കുന്ന ആൾക്കാരൊക്കെ കൂക്കാൻ തുടങ്ങി. ഈ ചാത്തന്മാരും കൂക്കി തുടങ്ങി. അങ്ങനെ ഇല്ലം മുഴുവനൊന്നും എല്ലാവരും ഉണർന്ന് വിളക്കൊക്കെ ആയിട്ട് വന്ന് നോക്കുന്ന സമയത്ത് ഇവരവിടെ ഇവിടെയൊക്കെ വന്ന് കൂക്കിക്കൊണ്ട് കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെയുള്ളൊരു അനുഭവം നമുക്ക് നല്ല ഓർമ്മ ഉണ്ട്. അങ്ങനൊരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചാത്തന്മാരിങ്ങനെ ഇറങ്ങി കളിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അത് ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. ഉച്ചാടനം നടക്കാത്തതുകൊണ്ട് ഉത്സവം നടക്കാത്ത കാലങ്ങളിൽ മുഴുവൻ ഇവിടെ രോഗങ്ങളും ദുരിതങ്ങളും തമ്മിലുള്ള കലഹങ്ങളും ഇങ്ങനെയുള്ളതൊക്കെ കൂടി വരികയായിരുന്നു.
അങ്ങനെ സ്വർണ്ണപ്രശ്നം വെച്ച സമയത്താണ് ഈ ഉത്സവം വീണ്ടും കൊണ്ടാടണം. അത് ആടിക്കഴിഞ്ഞാലാണ് ഇവിടെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുക. അങ്ങനെ മന്ത്രവാദം ചെയ്യുന്ന എല്ലാം കൂടി ആയതുകൊണ്ട് അത് ആ മാന്ത്രികമായിട്ടുള്ള ദുർബാധകളെ ഉച്ചാടനം അത് അനിവാര്യമാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇവിടെ തിര നടക്കുന്നത്. കെട്ടിയാട്ടവും അതുപോലെ ഈ ഉച്ചാടനം എന്നുള്ള ഗുരുതി, അവിടെ കുട്ടിച്ചാത്തന്മാർക്കുള്ള മദ്യമാചരണം, ഇതൊക്കെ നടന്നാൽ ഇവിടെ സ്വസ്ഥതയും സമാധാനവും സമൃദ്ധി ഉണ്ടാവും. തെറ സമ്പ്രദായം തന്നെ കൂട്ട വെള്ളാട്ട്, കൂട്ടത്തെറ ഒന്നായിട്ട് കെട്ടുന്ന തെറകൾ വളരെ തെറകളാണെങ്കിലും കളിയാട്ടങ്ങളാണെങ്കിൽ തന്നെ ഒന്നായിട്ട് കെട്ടുന്നത് തെറ ഉണ്ട്. ഇപ്പം നാവികാളിൻ്റെ തെറയാണെങ്കിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വെള്ളാട്ടം ഒന്നേ ഉണ്ടാവുള്ളൂ. മറ്റു ദേവതകളൊക്കെ തന്നെ കൂട്ടമായിട്ടാണ്. ഒരു വേഷമല്ല ഉണ്ടാവുക, 2 വേഷം ഉണ്ടാവും. കൂട്ടവെള്ളാട്ട്, കൂട്ടത്തറ, അങ്ങനെയാണ് സമ്പ്രദായം. ആ സമ്പ്രദായം അവരുടെ അനുഷ്ഠാനമായിട്ടുള്ള സമ്പ്രദായമാണ്. അത്തറ കെട്ടി ആടുന്ന സമുദായക്കാരെയൊക്കെ അനുഷ്ഠാനമാണ്. ഈ ദേവതൻ്റെ അനുഷ്ഠാനം എങ്ങനെയാണ്? കൂട്ടമായിട്ട് 2ആയിട്ടാണ് വരിക. അതെങ്ങനെയാണ് കണ്ടുവരുന്നത് എല്ലാ സ്ഥലത്തും. പഞ്ചഭൂതങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുള്ള 5 ചാത്തന്മാരെന്നുണ്ട്. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ജലം, ജലകുട്ടി, അതുപോലെ അഗ്നികുട്ടി വെച്ചാൽ പൂക്കുട്ടി, ഇതാണ് തീക്കുട്ടി. പുഷ്പം എന്ന് പറഞ്ഞാൽ പൂവ് ആകാശത്തിൻ്റെ പ്രതീകമാണ്. പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ പ്രതീകമായിട്ടുള്ളതാണ് പുഷ്പം. അപ്പം ഈ കുട്ടിച്ചാത്തന് ഏറ്റവും പ്രിയമായിട്ടുള്ളത് പൂവാണ്. പൂക്കുട്ടിക്ക് പൂവ് പറിക്കുക, അതിങ്ങനെ ആരാധിക്കുക, അത് കഴിക്കുക ഒക്കെ ചെയ്യും ഈ കുട്ടിച്ചാത്തന്മാർ. അപ്പോൾ ആ പുഷ്പവുമായിട്ട് വളരെ ബന്ധമുള്ള ഈ ഒരു കുട്ടിച്ചാത്തന്മാരിലൊരു ചാത്തനാണ് പൂക്കുട്ടി. അതുകൊണ്ടാണ് അത് പൂ പറിക്കാൻ പോകുന്നതും പൂവ് ആൾക്കാരെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ പുഷ്പം കൊണ്ടുള്ള പുഷ്പം എടുത്ത് കളിക്കുന്ന ചാത്തനാണ് പൂക്കുട്ടി. അതുപോലെ കരിങ്കുട്ടി, അതെ, കരി വാരി തിന്നുക, കരി ഇങ്ങനെ എടുത്ത് കണലൊക്കെ എടുത്ത് ആൾക്കാരുടെ കയ്യിൽ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ദേവതയാണ് കരിങ്കുട്ടി. പതിനെട്ടര ചാത്തന്മാരിൽ പ്രധാനമായിട്ടുള്ള 2 ദേവതകളാണ് ഈ പൂക്കുട്ടിയും കരിങ്കുട്ടിയും. ഈ ദേവതയുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ കെട്ടിയാടി ആദ്യം പൂക്കുട്ടി വരും. പൂക്കുട്ടി കുറേ കെട്ടിയാടി ഇവിടുന്ന് മതിച്ച് കളിച്ച് പൂ പറിക്കാൻ വേണ്ടി ഇവിടെ നിന്നും മലയിലേക്ക് പോയി പൂവൊക്കെ പറിച്ച് പൂ പറിക്കാൻ പോകുന്ന സമയത്താണ് കരിങ്കുട്ടീൻ്റെ വേഷം ഇവിടെ വന്ന് ആടി തിമർത്ത് കളിച്ച്
ഇത് കഴിയാൻ ഏകദേശം ഒരു മണിക്കൂറോളം ഇത് കളിച്ച് കഴിഞ്ഞാൽ പൂക്കുട്ടി പൂവും കൊണ്ടുവരും. പിന്നെ പൂക്കുട്ടിയും കരിങ്കുട്ടിയും കൂടി ഒരുമിച്ച് കളിക്കുക ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. പകലുള്ള വെള്ളാട്ടാണ് ഇങ്ങനെ ഈ രീതിയിലുള്ളത്. രാത്രി തെറയാണ്. തെറ ആദ്യം പൂക്കുട്ടീൻ്റെ തെറ വരും, കളിച്ച് കഴിഞ്ഞ് അത് തിരിച്ചു പോകും. പിന്നെ കരിങ്കുട്ടീൻ്റെ തെറ വരും. പിന്നെ അതിൻ്റെ ആ അനുഷ്ഠാനത്തോടു കൂടിയൊക്കെ കളിച്ച് അത് തിരിച്ചു പോകും. ഒരുമിച്ചുള്ള വരവ് തിരക്കില്ല, വെള്ളാട്ടിന് മാത്രമേ ഉള്ളൂ. എൻ്റെ കുട്ടി നനച്ചു ഇറങ്ങി കേട്ടോ. ഇടം വരും മുമ്പിലും ഞങ്ങൾ കളിച്ചു പോരും കേട്ടോ. സന്തോഷമായി. പിന്നെ നാണി
ശൈവമായിട്ടുള്ള ബാധകളെ, മന്ത്രവാദ വിഷയത്തിൽ ശൈവ ബാധകളെ അവായിക്കാൻ ഒന്നിൽ കൂടുതൽ ശൈവ ദേവതകളുടെ ഉപാസന വേണം. ചിലർക്കത് ഭൈരവനാവും, ചിലർ കുട്ടിച്ചാത്തൻ ഭൈരവനാവും. നമ്മളിവിടെ കരിങ്കുട്ടി പൂക്കുട്ടീനെയാണ് ഉപാസിക്കുന്നത്. ആ ഉപാസനയിലൂടെയാണ് മന്ത്രവാദത്തിലൂടെ ബാധകളെ അവായിക്കുകയും ചാത്തന ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ചെക്കന് മതി, ചെക്കന് ഭഗവാനും കേവലൻ ഭൂമിദാനും പരമതൽ ശിവനുമേ പാൽക്കടൽ തമ്പുരാനും അറിയിരിക്കും മുമ്പേ ഉണരുക തമ്പുരാനേ താൻ വന്നു നിന്ന പുഷ്പരംഗ് ഹരിയോ നമ. ഓം ശോണവരെ ശോണവരെ നീടിനില രാജമഹാരാജ മണിക്കുട്ടി ശസ്ത കുഞ്ചവല്ലൂർ പടിഞ്ഞാറ്റേൽ വേണമെന്ന് വിളിക്കുമ്പോ സുഹാം കാട് കാട്ടുമാടങ്ക അവരവേശനം കണ്ട മംഗലം വേർപ്പാട് കീഴ്പ്പാട് വളർന്ന ജടയോ കൊട്ടയിൽ തീയോ നല്ല മുറിയ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ തന്നെ കുക്ഷി ശാസ്താവ്, അതിന് സംസ്കൃത പദം കുക്ഷി ശാസ്താവ് എന്നാണ്. വയറൊക്കെ ലേശം കൂടിയ ചെറിയ ചെറിയ കുട്ടികളെ മാതിരി ഉയരം കുറഞ്ഞിട്ടുള്ള ചാത്തന്മാരാണ് കുട്ടികളായിട്ടാണ് എല്ലാവരും സങ്കല്പിക്കുന്നത്. അനവധി കുട്ടിച്ചാത്തനുള്ളത്, എല്ലാ കുട്ടിച്ചാത്തന്മാരും കുട്ടികളായിട്ടാണ് സങ്കല്പം. നമുക്ക് പേരെന്നെ കേട്ടാൽ അറിയാം. കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടി, പൂക്കുട്ടി, തീക്കുട്ടി, പറക്കുട്ടി, മധുകുട്ടി, അതുപോലെ ജലകുട്ടി, അങ്ങനെയുള്ള എല്ലാ ചാത്തന്മാരും കുട്ടികളുടെ ഭാവത്തിലാണുള്ളത്. ആ തറ വന്നു കഴിഞ്ഞാലും വെള്ളാട്ട് വന്നു കഴിഞ്ഞാലും കുട്ടികളായിട്ട് കൂടുതൽ നേരം കളിക്കുക, അങ്ങനൊരു അനുഷ്ഠാനമാണ് അതിന്. കുട്ടികളോട് കൂടി കളിക്കുകയും അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളാണ് ഈ തറയ്ക്കും വെള്ളാട്ടിനും കൂടുതലായിട്ടുള്ളത്.
തിറ എന്നുള്ള ആ സങ്കല്പം തന്നെ, തിറ ഉത്സവം. ഇപ്പം മറ്റു ഷഡാധാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കൊടിയേറുന്നതോടുകൂടി ആ ചൈതന്യം മുകളിലേക്ക് പ്രവഹിക്കുകയും കൊടിയേറി കഴിയുന്നതോടുകൂടി അത് ഗ്രാമത്തിലേക്ക് മുഴുവൻ സംക്രമിക്കുകയാണ് ചെയ്യുക. അങ്ങനെ പള്ളിവേട്ട ആറാട്ട് കഴിഞ്ഞ് കൊടി ഇറങ്ങുന്നതോടുകൂടി ആ ഉത്സവം ശ്രവിക്കുകയാണത്. അതുപോലെ ഉത്സവം, ഈ കാവ് സമ്പ്രദായങ്ങളിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ കുടിയിരിക്കുന്ന ദേവത പുറത്തേക്ക് വന്ന് ജനങ്ങളെ പരിതാപനങ്ങളും വേദനകളും കേട്ട് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ ഉത്സവം, ഈ ഉത്സവം. ആ സമയത്ത് അതാത് ദേവൻ്റെ കോലം കെട്ടിയാടി ആ ദേവത ആ കോലത്തിലേക്ക് ആവേശിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ അറിഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയും വേണ്ട അരുളപ്പാടുകൾ കൊടുത്ത് വേണ്ട രീതിയിൽ അവരെ നയിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് തിറയുത്സവം. ഭക്തന്മാർക്ക് വളരെയധികം താല്പര്യമുള്ള അവന്ന് കാര്യങ്ങൾ അറിയാനും അവരെ പരിദേവനങ്ങൾ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അത് നിവാരണം ചെയ്യാനുമുള്ള ഒരു സമയമാണ് ഈ തിറയുത്സവം എന്നുള്ളതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അത് അനുഭവത്തിൽ എത്രയോ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഐതിഹ്യം. ഇവിടുത്തെ തിറ ഒരു നാടിൻ്റെ ആഘോഷമാണ്. കാരണം ഇവിടുത്തെ രാജാവായിരുന്ന പോർലാദി രാജാവിൻ്റെ ഉപാസനയിലുള്ള ഭഗവതിയാണ് ഈ ഇല്ലത്തുള്ളത്. നമുക്ക് അല്ലെങ്കിൽ അറിയാം, കോഴിക്കോടിൻ്റെ ശരിക്കുള്ള യഥാർത്ഥ രാജാവ് പോർലാദി രാജാവാണ്. ആ രാജാവിൻ്റെ ഉപാസനയിലുള്ള ഭഗവതിയാണ് ഈ പറമ്പടി ഇല്ലത്ത് കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഈ ഉത്സവം ഈ ദേശത്തുള്ള മുഴുവൻ ജനങ്ങളുടെ ഉത്സവമാണ്. കാരണം ഈ ദേശത്തിൻ്റെ ദേവതയായിട്ടുള്ള പോർലാദി രാജാവിൻ്റെ ശ്രീ പോർക്കലി ഭഗവതി, പോർക്കാളി എന്നാണ് പറയുക. ഈ കാളിയുടെ ഇവിടെ ഈ പറമ്പടി ഇല്ലത്ത് ആചരിച്ച് വരുന്നുണ്ട്. ആ പോർലാദി രാജാവിനെ ഇവിടെ നമ്മൾ തിരിവെച്ച് പൂജ ചെയ്ത് എല്ലാ ദിവസവും പാൽപ്പായസമൊക്കെ വെച്ച് പൂജിച്ച് രക്ഷസായിട്ട് ഈ രാജാവിനെ നമ്മൾ പൂജിക്കുന്നുണ്ട്. അതുപോലെ ഈ രാജാവ് ഉപാസിച്ച ഭഗവതി ആയതുകൊണ്ട് ഈ ഉത്സവം, തിറയുത്സവം ദേശത്തിലുള്ള എല്ലാ ആൾക്കാരും, അതിൽ മുസ്ലിം ഇല്ല, എല്ലാവരും അതിൽ പങ്കെടുക്കുകയും വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ദേശത്തിൻ്റെ ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് ഈ പറമ്പടി ഇല്ലത്തുള്ള തിറയുത്സവം. ഈ മധ്യമകർമ്മം, വാർഷികമായിട്ടുള്ള മധ്യമകർമ്മം ഇവിടെ കുടികൂട്ടി അവസാനിച്ച് നട അടച്ചു കഴിഞ്ഞാൽ പാണന്മാരും വാദ്യക്കാരും കോമരങ്ങളുമൊക്കെ കുട്ടിച്ചാത്തൻ്റെ മാധ്യമ സങ്കേതത്തിലേക്ക് ചെന്ന് അവിടെ 16 അല്ലെങ്കിൽ 32 അല്ലെങ്കിൽ 64 കളം വരച്ച് അതിൽ നറക്കും തിരിയും വെച്ച് കോഴി അറുത്ത് ഗുരുതി മദ്യം നിവേദിക്കുന്ന ചടങ്ങാണുള്ളത്. അത് ആ പാലച്ചോട്ടിൽ ഇല്ലത്തിൻ്റെ പറമ്പിന് പുറത്തായിട്ട് അത് അനുഷ്ഠാനത്തോടു കൂടി കൊണ്ടാടുകയും അത് കഴിഞ്ഞ് ചാത്തൻ്റെ കോമരുണ്ടായി ആ വഴിപാട് തന്നെ കോഴിയും മദ്യമൊക്കെ തന്ന ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ എന്താ വെച്ചാൽ അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു ചടങ്ങ് ആണ് മധ്യമത്തെ സമ്പ്രദായത്തിലുള്ളത്. ഇത്ര കളം വരയ്ക്കണം എന്ന് 64 കളം വെട്ടി അതിൽ നറുക്കും തിരിയും വെച്ച് അവരുടെ സമ്പ്രദായം അനുസരിച്ചുള്ള മധ്യമ കർമ്മം അത് പാലച്ചോട്ടിൽ വെച്ചിട്ട് ഒരു 10 മണി സമയത്താണ് നടക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ വഴി അങ്ങ് പോവുകയാണ് ചെയ്യുക. ഇല്ലത്തേക്ക് പിന്നെ പ്രവേശിക്കില്ല ചെയ്ത ആൾക്കാർ.
ഉത്സവം ദിവസത്തോടു കൂടി ഒരു ആചാരാനുഷ്ഠാനത്തിൽ ഒരു ബിംബത്തിൽ ആവേശിച്ച് ആ ബിംബത്തിൽ സൂക്ഷ്മമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ദേവത ഉത്സവത്തോടു കൂടി ആ വിഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ആ കെട്ടിയാട്ടം കഴിഞ്ഞ് 7 ദിവസം അത് ഇവിടെ മുഴുവൻ ഈ തൊട്ട മുറ്റത്തും അടുത്ത പറമ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ 7 ദിവസം അതിങ്ങനെ ഇവിടെ ഉണ്ടാവുന്നതാണ് സങ്കല്പം. അങ്ങനെ അതിൻ്റെ മുമ്പൊക്കെ ഇത്ര കഴിഞ്ഞ് ഈ ഇടവഴി പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. ഇവിടെ എല്ലാത്തുള്ള എല്ലാവരും തന്നെ രാത്രി ഈ ചാത്തന്മാരിങ്ങനെ ചൂടടിച്ചുകൊണ്ട് പ്രത്യേക സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നതും ഇങ്ങനെ ഓടി നടക്കുന്നതും ഒക്കെ ഈ കണ്ട ആൾക്കാരുണ്ട് ഇവിടെ ഈ രാത്രി സമയങ്ങളിൽ. ജനലൊക്കെ തുറന്നിട്ട് അങ്ങനെ ശബ്ദം കാണുമ്പോൾ നോക്കിയിട്ട് കണ്ട ആൾക്കാർ വരെയുണ്ട്. അങ്ങനെ ആ 7 ദിവസം ഇവരുടെ ഒരു വിളയാട്ടം ഈ മുറ്റത്തും ഈ ചുറ്റുവട്ടമൊക്കെ ഉണ്ടാവുമെന്നാണ് സങ്കല്പം. അതാണ് അങ്ങനെ കണ്ടവരൊക്കെ ഉണ്ട്. അങ്ങനെ 7ാമത്തെ ദിവസം ആ ശുദ്ധീകരണത്തോടു കൂടി ആ ദേവത വീണ്ടും വിഗ്രഹത്തിലേക്ക് സകലീകരിച്ച് അതിൽ അധിവാസം ഉറപ്പിക്കും.